ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് സെം അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ ഇമ്പോർട്ടൻറ്റും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതുമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് കണ്ടക്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റീവ് സിസ്റ്റം ഓഫ് ഹാർട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് ഈ ഒരു പ്രോസസ്സാണ് അല്ലേ. അപ്പോൾ അനാട്ടമിയിൽ ചോദിക്കാൻ ചാൻസ് കുറവാണ്, പക്ഷേ അനാട്ടമിക്കൽ സ്ട്രക്ചറും നമുക്കിവിടെ ഇത് പഠിക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കുകയും വേണം. അപ്പം അതുകൊണ്ട് തന്നെ അനാട്ടമിയിലും ഫിസിയോളജിയിലും ഇത് കോമൺ ആയിട്ട് പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. ഓക്കെ, വാട്ട് ഈസ് കണ്ടക്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട്? അപ്പോൾ ഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ഓർഗൻസ് എന്നറിയപ്പെടുന്ന ഓർഗൻസിൽ ഒന്നാണ് അല്ലേ. അതായത് നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്തെത്തണം? ബ്ലഡ് എത്തണം. അപ്പോൾ ഈ ബ്ലഡ് എങ്ങനെയാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ബ്ലഡ് വെസൽസുകളിലൂടെ, അതായത് ആർട്ടറീസിലൂടെയും വെയിനുകളിലൂടെയും ഒഴുകുന്നത്? തനിയെ ഇരിക്കുന്ന ഒരു ബ്ലഡ് ഒഴുകണമെങ്കിൽ അതിനൊരു ബലം വേണം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഈ ഫോഴ്സ് എവിടെ നിന്നാണ് ഈ ഒരു ബ്ലഡിനും ബ്ലഡ് വെസൽസിനും കിട്ടുന്നത്? നമ്മുടെ ഹാർട്ടിൽ നിന്ന്. വെറുതെ ഇരിക്കുന്ന ഒരു ഹാർട്ട് എങ്ങനെയാണ് ഈ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്? അത് കൊടുക്കണമെങ്കിൽ അത് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യണം. കറക്റ്റായിട്ട് പീരിയോഡിക്കലി അതെന്ത് ചെയ്യണം? കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ ഹാർട്ട് കൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓരോ കുഞ്ഞും ജനിക്കുന്നത് മുതൽ, അതായത് കുഞ്ഞ് അമ്മയുടെ യൂട്രസിൽ വളരുന്നത് മുതൽ, അവിടെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ ആ ഒരു വ്യക്തി വളർന്ന് പിന്നെ ഏജ്ഡ് ആയിട്ട് മരണപ്പെടുന്നത് വരെയും ഈ ഹാർട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. റെസ്റ്റ് ഇല്ലാതെ, ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് ഇല്ലാതെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് കണ്ടിന്യൂ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യും? ഡെത്ത് സംഭവിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം? എങ്ങനെയാണ് ഈ ഹാർട്ട്, നമ്മുടെ ഹാർട്ട് ചുരുങ്ങുകയും റിലാക്സ് ചെയ്യുകയും ചെയ്ത് കറക്റ്റ് ടൈമിൽ ചുരുങ്ങുന്നു, അതായത് കൺട്രാക്ട് ചെയ്യുന്നു, കറക്റ്റ് ടൈമിൽ റിലാക്സ് ചെയ്യുന്നു? അത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതാണ് നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ. ഹാർട്ടിൽ 4 ചാമ്പറുകളുണ്ട്. അപ്പർ ചാമ്പേഴ്സ് 2 ഏട്രിയം എന്നും ലോവർ ചാമ്പേഴ്സ് 2 വെൻട്രിക്കിൾസ് എന്നുമാണ് പറയുന്നത്. അതായത് ശരീരത്തിൽ നിന്നുള്ള എല്ലാ വെയിനുകളിൽ നിന്നുള്ള ബ്ലഡ് കളക്ട് ചെയ്ത് സുപ്പീരിയർ വീനക്കാവ വഴിയും ഇൻഫീരിയർ വീനക്കാവ വഴിയും നമ്മുടെ ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു. അവിടെ നിന്ന് ഇതെന്ത് ചെയ്യുന്നു? വാൾവുകൾ വഴി ഇവിടെ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. അവിടെ നിന്ന് നമ്മുടെ പൾമണറി ആർട്ടറി വഴി ഇത് ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ നിന്നും പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? തിരിച്ച് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് വഴി വീണ്ടും ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തുന്നു. അവിടെ നിന്ന് ബ്ലഡ്, പ്യുവർ ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? അയോട്ട വഴി, ആർച്ച് ഓഫ് അയോട്ട വഴി, അബ്ഡോമിനൽ അയോട്ട വഴി, തൊറാസിക് അയോട്ട വഴി ഇതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ഈ അയോട്ടയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഓരോരോ ചെറിയ ബ്രാഞ്ചസ് വഴി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഹെഡ് ടു ടോ എല്ലാ സെല്ലുകളിലോട്ടും എന്ത് എത്തിക്കുന്നു? ഓക്സിജനും ന്യൂട്രിയൻസും എല്ലാം എത്തിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ്സാണ് നമ്മുടെ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഹാർട്ട് സർക്കുലേഷൻ, പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും നിങ്ങളതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഹാർട്ടിലൂടെ ബ്ലഡ് കറക്റ്റായിട്ട് ഒഴുകുന്നത്? അപ്പോൾ ഏട്രിയത്തിൽ വന്ന് നിറയുന്ന ബ്ലഡ് കംപ്ലീറ്റ്ലി വെൻട്രിക്കിളിലോട്ട് പോകണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഏട്രിയത്തിൽ ഉണ്ടാകണം. ഈ ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് വെൻട്രിക്കിളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ വെൻട്രിക്കിൾ അയോട്ടയിലോട്ടും പൾമണറി ആർട്ടറിയിലോട്ടും കയറണമെങ്കിൽ എന്ത് വേണം? വെൻട്രിക്കിൾ ഒരു ഫോഴ്സ് വേണം. അപ്പോൾ ഇതെന്താണ് ഈ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ദിസ് ഈസ് കണ്ടക്റ്റിംഗ് സിസ്റ്റം. ഇവിടെ നോക്കുക, ഞാൻ ആദ്യം ഈ ഒരു പിക്ചറിൽ തന്നെ ഹോൾ പ്രോസസ്സ് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. അത് കഴിഞ്ഞ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 1 by 1 ആയിട്ട് ഒന്നുകൂടി ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഷോർട്ട് നോട്ട് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതായത് ഞാൻ ഒന്നുകൂടി ഒന്ന് പറയുന്നു. ഫസ്റ്റ് സെം BSc നഴ്സിംഗ് എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഫിസിയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 5 മാർക്ക് ക്വസ്റ്റ്യൻ, 10 മാർക്കിൻ്റെ എസ്സേയിലെ ഒരു പാർട്ടായിട്ട് ചോദിക്കാവുന്നത്, 5 മാർക്കിനോ 6 മാർക്കിനോ പാർട്ടായിട്ട് ചോദിക്കാവുന്നതാണ്.
അതുപോലെ ഇതിൻ്റെ ഓരോ പാർട്സും 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ ഓരോ പാർട്സും 1 മാർക്കിൻ്റെ കോൺവേർഡ് ക്വസ്റ്റ്യൻ MCQ ആയിട്ടും ചോദിക്കാവുന്നതാണ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. അപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ഈ ഒരു സർക്കുലേഷനുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാം. സുപ്പീരിയർ വീനക്കാവയിൽ നിന്നും ഇൻഫീരിയർ വീനക്കാവയിൽ നിന്നും ബ്ലഡ് ഏട്രിയത്തിനുള്ളിലോട്ട് എത്തിച്ചേർന്നു. അപ്പോൾ ഈ ഏട്രിയം നിറയെ ബ്ലഡായി. ഈ ബ്ലഡ് എന്ത് ചെയ്യണം? ഈ വാൾവ് തുറന്ന് വെൻട്രിക്കിളിലോട്ട് എംറ്റി ചെയ്യണം. അതിന് ഇവിടെ ഈ ഒരു ഏട്രിയം കൺട്രാക്ട് ചെയ്യണം. ഈ ഒരു ഏട്രിയം മാത്രമല്ല, ഇതേ സെയിം ടൈം എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഏട്രിയവും കൺട്രാക്ട് ചെയ്യണം. 2 ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡും വെൻട്രിക്കിളിലോട്ട് പോകണം. ഇത് രണ്ടും ഒരേ സമയമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് കൺട്രാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ് വരണം. ആ ഫോഴ്സ് ഉണ്ടാക്കാൻ തനിയെ അത് നമ്മുടെ ഹാർട്ടിൽ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്ന ഒരു നോഡ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലുണ്ട്. ദാറ്റ് ഈസ് SA നോഡ്, അതായത് സൈനോ ഏട്രിയൽ നോഡ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നഴ്സിങ്ങിന് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ന ആൾക്ക് ഹാർട്ടിൻ്റെ സർജറി നടന്നു, പേസ് മേക്കർ വച്ചു എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ആർക്കാണോ ഈ സൈനോ ഏട്രിയൽ നോഡ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തത്, അവർക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ വയ്ക്കുന്നത്. നാച്ചുറലി നമ്മുടെ എല്ലാവരുടെയും ഹാർട്ടിൽ എന്തുണ്ട്? പേസ് മേക്കർ ഉണ്ട്. ദാറ്റ് ഈസ് സൈനോ ഏട്രിയൽ നോഡ്. എപ്പോഴാണോ ഈ സൈനോ ഏട്രിയൽ നോഡ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്തത്, അപ്പോഴാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പേസ് മേക്കർ ഡിവൈസ് അവിടെ പ്ലേസ് ചെയ്യുന്നത് ത്രൂ സർജറി. മനസ്സിലായോ? അപ്പോൾ ഈ സൈനോ ഏട്രിയൽ നോഡ് അവിടെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ആയിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഇമ്പൾസസ് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റൈറ്റ് ഏട്രിയത്തിലാണ് SA നോഡ് ഉള്ളത്. ഇവിടെ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് റൈറ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ഈ 2 ഏട്രിയത്തിനെ അവിടെ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. സൈമിൾട്ടേനിയസ്ലി ഒരേ സമയം ഈ 2 ഏട്രിയവും കൺട്രാക്റ്റ് ചെയ്യുന്നു, അതായത് ചുരുങ്ങുന്നു. ഈ 2 ഏട്രിയവും ചുരുങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇതിനകത്തുള്ള ബ്ലഡിന് എങ്ങോട്ടെങ്കിലും പോകണ്ടേ? അപ്പോൾ അത് തിരിച്ച് വന്ന വെസൽസിലോട്ട് പോകത്തില്ല. പകരം ഇവിടെയുള്ള ഏട്രിയോ വെൻട്രിക്കുലർ വാൾവ് ഓപ്പൺ ചെയ്ത് എന്ത് ചെയ്യും? അവിടെ നിന്ന് അടുത്ത വെൻട്രിക്കിളിലോട്ട് താഴോട്ട് ഒഴുകും. ഓക്കെ, അപ്പോൾ ഇവിടെ സൈനോ ഏട്രിയൽ നോഡ് അവിടെ സ്റ്റിമുലേറ്റ് ചെയ്തു, അവിടെ ഇമ്പൾസസ് ഫോം ചെയ്തു, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഫോം ചെയ്തു. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് റൈറ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്തു. ഈ ഇമ്പൾസസിൻ്റെ ഫലമായിട്ട് റൈറ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം ഒരേ സമയം സൈമിൾട്ടേനിയസ്ലി കൺട്രാക്റ്റ് ചെയ്തു, ചുരുങ്ങി. സോ ഈ ഒരു ഏട്രിയൽ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. ഡീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് കൺട്രാക്ഷൻ. ഓക്കെ, കൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. ഈ ഒരു കൺട്രാക്ഷൻ നടക്കുമ്പോൾ ഇതിനകത്ത് കളക്ട് ചെയ്ത ബ്ലഡ് ഇറ്റ് വിൽ ട്രാൻസ്മിറ്റ് ഓർ ഇറ്റ് വിൽ എക്സ്പെൽ ഔട്ട്, അല്ലേ? ഇതെന്ത് ചെയ്യും? പുറത്തോട്ട് എക്സ്പെൽ ചെയ്യും. പുറത്തോട്ട് മീൻസ് ഇറ്റ് വിൽ ഗോ ടു നെക്സ്റ്റ് ചാമ്പർ, ദാറ്റ് ഈസ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലോട്ടും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടും പോകും. ഓക്കെ, അപ്പോൾ ഇനി ഇപ്പോൾ എന്തായി? ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്തു? അവിടെ ബ്ലഡ് നിറഞ്ഞു. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും ബ്ലഡ് നിറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലഡ് എന്ത് ചെയ്യണം? പൾമണറി ആർട്ടറിയിലോട്ടും അയോട്ടയിലോട്ടും പോകണം. അതിനും നമ്മുടെ റൈറ്റ് ഏട്രിയും ലെഫ്റ്റ് ഏട്രിയും കൺട്രാക്ട് ചെയ്തതുപോലെ ഈ വെൻട്രിക്കിളും കൺട്രാക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ SA നോഡ് പോലെയുള്ള നോഡുകളൊന്നുമില്ല. പകരം ഈ SA നോഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത ഈ ഇമ്പൾസസ് അതേ ചാമ്പറിലുള്ള അടുത്തൊരു നോഡുണ്ട്. ഇവിടെയാണ് SA നോഡ്, അടുത്തൊരു നോഡ് റൈറ്റ് ഏട്രിയത്തിൽ തന്നെ ഈ ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിന് നിയർ ആയിട്ട് മറ്റൊരു നോഡ് കാണുന്നു. അതിനെ ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്നാണ് പറയുന്നത്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഈ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്ത് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡിലോട്ട് എത്തുന്നു. ഇവിടെ നിന്ന് ഈ ഇമ്പൾസസ് എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ഒരു പാത്വേ വഴി നമ്മുടെ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലോട്ട് അവിടെ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ പാത്വേ ഉണ്ട്. ദാറ്റ് ഈസ് ബണ്ടിൽ ഓഫ് ഹിസ് അല്ലെങ്കിൽ ഏട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ. ഏട്രിയോ വെൻട്രിക്കുലാർ ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറഞ്ഞ ഒരു പാത്വേ ഉണ്ട്. അതുവഴി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഈ താഴോട്ടിങ്ങനെ വരുന്നു. ഈ ബണ്ടിൽ ഓഫ് ഹിസിലൂടെ ഈ ഇമ്പൾസസ് എന്ത് ചെയ്യും? അടുത്ത് ഈ ബണ്ടിൽ ഓഫ് ഹിസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസ്.
ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ SA നോഡിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് തനിയെ ഉണ്ടായി. അത് നമ്മുടെ 2 ഏട്രിയത്തിലും ഒപ്പം ഏട്രിയോ വെൻട്രിക്കുലർ നോഡ് അല്ലെങ്കിൽ അടുത്ത ഈ സെയിം ചാമ്പറിലുള്ള അടുത്ത നോഡിലോട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് സ്ലോലി എങ്ങോട്ട് വരുന്നു? ബണ്ടിൽ ഓഫ് ഹിസ്, അതായത് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദിസ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. നമ്മുടെ 2 വെൻട്രിക്കിൾസിൻ്റെയും ഇടയിലായിട്ടുള്ള ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ് ബണ്ടിൽ ഓഫ് ഹിസ് കാണുന്നത്. ഈ ബണ്ടിൽ ഓഫ് ഹിസ് വഴി താഴോട്ട് വരുന്നു. എന്നിട്ട് ഈ ബണ്ടിൽ ഓഫ് ഹിസ് എന്തായി മാറുന്നു? റൈറ്റും ലെഫ്റ്റും എന്നുള്ള 2 ബ്രാഞ്ചസ് ആയി മാറുന്നു. റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസ്, ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസ്. ഇനി ഈ റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസും ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസും ഈ ഒരു ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് താഴ്ഭാഗത്തോട്ട് വന്ന് ഇത് വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയി മാറുന്നു. അതിനെ എന്തു പറയുന്നു? പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്നാണ് പറയുന്നത്. റൈറ്റ് നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് ഇവിടെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ചുറ്റുമായിട്ട് ഫോളോ ചെയ്യുന്നു. എന്നിട്ട് അവിടെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയി മാറുന്നു. അതിനെ എന്ത് പറയുന്നു? പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയുന്നു. അതുപോലെ ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിന് ചുറ്റും പോകുന്നു. ഇതിനെ ലെഫ്റ്റ് പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയുന്നു. ഈ ബണ്ടിൽ ഓഫ് ഹിസിലൂടെയും പർക്കിഞ്ചെ ഫൈബേഴ്സിലൂടെയും നമ്മുടെ ഏട്രിയോ വെൻട്രിക്കുലർ നോഡിൽ നിന്ന് വന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ വെൻട്രിക്കിൾസിൽ, റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾസിൽ ത്രൂ ഔട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഈ വെൻട്രിക്കിൾസ് രണ്ടും സൈമിൾട്ടേനിയസ്ലി കൺട്രാക്ട് ചെയ്ത് ഇതിനകത്തുള്ള ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? പർട്ടിക്കുലർ ആർട്ടറീസിൽ, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമണറി ആർട്ടറിയിലോട്ടും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലോട്ടും ബ്ലഡ് പോകുന്നു. ഇങ്ങനെ ഈ ആർട്ടറികളിലോട്ട് വരുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? പൾമണറി ആർട്ടറി വരുന്ന ബ്ലഡ് റൈറ്റും ലെഫ്റ്റും പൾമണറി ആർട്ടറി വഴി റൈറ്റ് ലങ്സിലോട്ടും ലെഫ്റ്റ് ലങ്സിലോട്ടും പോകും. ലെഫ്റ്റ് സൈഡ് വെൻട്രിക്കിളിൽ നിന്നും അയോട്ട വഴി പോയ ബ്ലഡ് നമ്മുടെ ആർച്ച് ഓഫ് അയോട്ട വഴി അതിൽ നിന്നുള്ള ഓരോ ബ്രാഞ്ചസിലൂടെ ബ്ലഡ് ഓരോ ഓർഗൻസിലോട്ട് സപ്ലൈ ചെയ്യും. സോ ദിസ് ഈസ് കണ്ടക്റ്റിംഗ് സിസ്റ്റം. ഇതൊരു ജസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ഐഡിയ ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഓരോ സ്ലൈഡുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് കണ്ടക്റ്റിംഗ് സിസ്റ്റം ഓഫ് ഹാർട്ട് എന്ന് പറയുന്നത്? ഹാർട്ട് ചലിക്കണമെങ്കിൽ അതിനൊരു ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ അവിടെ വേണം, അല്ലെങ്കിൽ ചില ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വേണം. അതെങ്ങനെ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാകുന്നു? നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലുള്ള SA നോഡ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈനോ ഏട്രിയൽ നോഡിനെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് റൈറ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് ഏട്രിയത്തിലും പോകുകയും റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും ഒരേ സമയം കൺട്രാക്ട് ചെയ്യുന്നു. ഈ 2 ഏട്രിയവും ഒരേ സമയം കൺട്രാക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ബ്ലഡ് എങ്ങോട്ട് പോകും? നമ്മുടെ വെൻട്രിക്കിളിലോട്ട്, റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിളിലോട്ട് പോകും. ഇനി ഈ SA നോഡിൽ നിന്ന് വന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇതേ സമയം എങ്ങോട്ടും എത്തിച്ചേരും? ഏട്രിയോ വെൻട്രിക്കുലർ നോഡ്, ദാറ്റ് ഈസ് AV നോഡ് പ്രസന്റ് ഇൻ ദ റൈറ്റ് ഏട്രിയം നിയർ ടു ദ ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിന് നിയർ ആയിട്ട് കാണപ്പെടുന്ന ഈ ഒരു AV നോഡിൽ എത്തിച്ചേരുന്നു. ഈ AV നോഡിൽ നിന്നും ഇലക്ട്രിക്കൽ സിമ്പിൾസ് നമ്മുടെ ബണ്ടിൽ ഓഫ് ഹിസ് വഴി വെൻട്രിക്കിൾസിലോട്ട് പോകുന്നു. ബണ്ടിൽ ഓഫ് ഹിസ് വീണ്ടും ഡിവൈഡ് ചെയ്ത് റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസും ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസുമായി മാറുന്നു. ആ ബണ്ടിൽ ഓഫ് ഹിസ് ഓരോന്നും എന്ത് ചെയ്തു? ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയി മാറുന്നു. അതിനെ എന്ത് പറയുന്നു? പർക്കിഞ്ചെ ഫൈബേഴ്സ് എന്ന് പറയുന്നു. ഈ പർക്കിഞ്ചെ ഫൈബേഴ്സ് അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ് എന്തിനു ചുറ്റുമാണ് കാണപ്പെടുന്നത്? നമ്മുടെ വെൻട്രിക്കിൾസിന് ചുറ്റുമായി കാണപ്പെടുകയും ഇതിലൂടെ വരുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതിനെ എന്ത് പറയുന്നു? വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് കൺട്രാക്ഷൻ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ വെൻട്രിക്കിൾസും ഏട്രിയും ഒക്കെ അവിടെ എന്താണ്? റിലാക്സ് ചെയ്യുന്നു. അതിനെ ഏട്രിയം റിലാക്സ് ചെയ്യുന്നതിനെ ഏട്രിയൽ റീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്നതിനെ വെൻട്രിക്കിൾ റീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ കൺട്രാക്ഷനെ ഡീപോളറൈസേഷൻ എന്നും റിലാക്സേഷനെ റീപോളറൈസേഷനും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇവിടെ നോക്കാം, കാർഡിയാക് കണ്ടക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് സിസ്റ്റം. ദ ഇമ്പൾസ് കണ്ടക്ഷൻ സിസ്റ്റം ഓഫ് ദ ഹാർട്ട് കൺസിസ്റ്റ് ഓഫ് 4 structures. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ സൈനോ ഏട്രിയൽ നോഡ് or otherwise is known as SA node or it is known as pacemaker. Second one, atrioventricular node, otherwise is known as AV node.
ആൻഡ് തേർഡ് വൺ ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ അല്ലെങ്കിൽ AV ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ് എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ഫോർത്ത് പാർട്ട് ദാറ്റ് ഈസ് പർക്കിഞ്ചെ ഫൈബേഴ്സ്. നമ്മുടെ കണ്ടക്ടിങ് സിസ്റ്റത്തിനകത്ത് വരുന്ന 4 പാർട്ടുകൾ SA നോഡ്, AV നോഡ്, AV ബണ്ടിൽ, Purkinje fibers. The cardiac muscle fibers that compose 3 structures are specialized for impulse conduction rather than the normal specialization of muscle fibers for കൺട്രാക്ഷൻ. നമ്മുടെ ശരീരത്തിലെ എല്ലാ മസിൽ ഫൈബേഴ്സിനും എന്തിനുള്ള കഴിവുണ്ട്? ചെറുതായിട്ട് കൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നാൽ അതിന് പുറമെ അഡീഷണലി കാർഡിയാക് മസിൽ ഫൈബേഴ്സിന് എന്തിനുള്ള കഴിവുണ്ട്? ഇമ്പൾസ് കണ്ടക്ഷനുള്ള സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് പാർട്ട് നോക്കാം, സൈനോ ഏട്രിയൽ നോഡ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് നോട്ട് പറയുന്നതേ ഉള്ളൂ. The SA node is located in the wall of the right atrium near superior vena cava opening. സുപ്പീരിയർ വീന കാവ ഓപ്പൺ ചെയ്യുന്നതിന് നിയർ ആയിട്ട് കാണപ്പെടുന്ന ചെറിയൊരു നോഡ്, അതിനെയാണ് എന്ത് പറയുന്നത്? സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ SA നോഡ് എന്ന് പറയുന്നത്. The specialized muscle fibers that makes up this structure are unique in that they can continually and rhythmically send impulses. ഈ ഒരു SA നോഡിൻ്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് മസിൽ ഫൈബേഴ്സ് കാരണം ഇത് കണ്ടിന്യൂസ്ലി ഒരു റിതമിക്കലി ആയാലും ഒരേ താളത്തിൽ അതിന് ഇമ്പൾസസ് അല്ലെങ്കിൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് സെൻഡ് ചെയ്യാനും കഴിയുന്നു വിത്തൗട്ട് എനി സ്റ്റിമുലേഷൻ ഫ്രം ദ നെർവസ് സിസ്റ്റം. നമ്മുടെ ശരീരത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഒരു കാര്യം, ഒരു ഇൻവോളണ്ടറി മൂവ്മെന്റ് നടക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള ന്യൂറോണിലൂടെയുള്ള ഇമ്പൾസസിന്റെ ട്രാൻസ്മിഷൻ കാരണമാണ്. എന്നാൽ ഹാർട്ടിൽ ഈ SA നോഡ് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, അതിൽ നിന്നും കണ്ടിന്യൂസ്ലി റിതമിക്കലി ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നെർവസ് സിസ്റ്റത്തിന്റെ ഒരു സ്റ്റിമുലേഷനും ആവശ്യം ഇല്ല. സ്വയം അതെന്ത് ചെയ്യുന്നു? സ്റ്റിമുലേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ SA നോഡിനെ എന്ത് പറയുന്നു? സെൽഫ് എക്സൈറ്റിംഗ്, സ്വയം എക്സൈറ്റ് ചെയ്യുന്നു, സെൽഫ് എക്സൈറ്റിംഗ് എന്നാണ് പറയുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് പാർട്ട്. സൈനോ ഏട്രിയൽ നോഡ്, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് in the right atrium near to the superior vena cava opening, and this specialized muscle fibers can produce continuous rhythmic impulses and it will transmit continuously throughout the heart without any stimulation from the nervous system. So it is producing the impulses by itself, അല്ലെ? അത് സ്വയം അത് ഇമ്പൾസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ സെൽഫ് എക്സൈറ്റിംഗ് എന്നും അതുകൊണ്ട് തന്നെ ഇതിനെ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്നും പറയുന്നു. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഇമ്പൾസസ് ഫ്രം ദ SA നോഡ് ആർ ദെൻ കണ്ടക്റ്റഡ് അക്രോസ് ദ ഏട്രിയ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. ഈ റൈറ്റ് ഏട്രിയത്തിൽ ഉണ്ടാകുന്ന ഈ SA നോഡിന്റെ ഇമ്പൾസസ് എന്ത് ചെയ്യുന്നു? റൈറ്റ് ഏട്രിയത്തിലോട്ടും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും കണ്ടക്ട് ചെയ്യുന്നു. The impulses does not however pass directly to the ventricles. എന്ന് പറഞ്ഞാൽ എന്താണ്? SA നോഡിൽ നിന്നുള്ള ഇമ്പൾസസ് റൈറ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് ഏട്രിയത്തിലും അത് ട്രാൻസ്മിറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഡയറക്റ്റ്ലി അതേ ഹാർട്ടിലുള്ള വെൻട്രിക്കിൾസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. സോ അവിടെ അതിനിടയ്ക്ക് വീണ്ടും ഒരു ഹെൽപ്പ് വേണം, അല്ലെ? വെൻ ബോത്ത് ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ആർ കംപ്ലീറ്റ്ലി ഡീപോളറൈസ്ഡ് ദേ കൺട്രാക്ട് സൈമിൾട്ടേനിയസ്. അപ്പോൾ നമ്മുടെ SA നോഡിൽ നിന്നുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസസ് റൈറ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് ഏട്രിയത്തിലും ഒരേ സമയം തന്നെ എന്ത് ചെയ്യും? ഈ റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് SA നോഡിലുള്ള ഈ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എങ്ങനെയാണ് വെൻട്രിക്കിളിലോട്ട് എത്തിച്ചേരുന്നത്. ആസ് ദ ഏട്രിയ ഡീപോളറൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രാക്ട്, അതായത് ഏട്രിയം കൺട്രാക്ട് ചെയ്യുമ്പോൾ
the impulse is picked up by another group of specialized muscle fibers called atrioventricular node. നമ്മുടെ കണ്ടക്റ്റീവ് സിസ്റ്റത്തിന്റെ രണ്ടാമത്തെ പാർട്ട്. ഈ രണ്ട് ഏട്രിയവും ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കാരണം അവിടെ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അടുത്ത ആര് ക്യാച്ച് ചെയ്യും? നമ്മുടെ ഏട്രിയത്തിൽ തന്നെയുള്ള മറ്റൊരു സ്പെഷ്യലൈസ്ഡ് മസിൽ ഫൈബേഴ്സ്, ദാറ്റ് ഈസ് AV node, atrioventricular node. The AV node is located in the floor of the right atrium next to ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റൈറ്റ് ഏട്രിയത്തിൽ തന്നെ താഴ്ഭാഗത്തായി എസ് എ നോഡ് മുകളിലാണ് കാണപ്പെട്ടത്, അടുത്തത് AV നോഡ് അതിൻ്റെ താഴ്ഭാഗത്ത് കാണപ്പെടുന്നു. നിയർ ഇന്റർ ഏട്രിയൽ സെപ്റ്റം, നമ്മുടെ രണ്ട് ഏട്രിയത്തിന് ഇടയിലുള്ള സെപ്റ്റം, ഇന്റർ ഏട്രിയൽ സെപ്റ്റത്തിൻ്റെ അടുത്തായിട്ട് AV നോഡ് കാണപ്പെടുന്നു. അടുത്ത് ഈ രണ്ട് ഏട്രിയവും കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ആര് ക്യാച്ച് ചെയ്യും? AV നോഡ് ക്യാച്ച് ചെയ്യും. ദിസ് ഗ്രൂപ്പ് ഓഫ് ഫൈബേഴ്സ് ഈസ് ഓൺലി കണ്ടക്ഷൻ പാത്വേ ബിറ്റ്വീൻ ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾസ്. ഈ ഒരു AV നോഡ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഏട്രിയത്തിൽ ഉണ്ടായ ഈ ഇമ്പൾസസ് അടുത്ത് വെൻട്രിക്കിളിലോട്ട് പോകത്തുള്ളൂ. ആസ് ദ ഇമ്പൾസ് ഈസ് കണ്ടക്റ്റഡ് ത്രൂ ദ AV നോഡ്, ഇറ്റ് സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ്. SA നോഡിൽ ഉണ്ടാകുന്ന അത്രയും സ്പീഡിലല്ല AV നോഡിലോട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എത്തുന്നത്. കാരണം AV നോഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് ഫൈബേഴ്സിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഈ കണ്ടക്ഷൻ്റെ സ്പീഡ് അവിടെ കുറയുന്നു. SA നോഡിൽ അവിടെ ഡയമീറ്റർ കൂടുതലാണ്, അതുകൊണ്ട് അവിടെ സ്പീഡ് ഓഫ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് AV നോഡിൽ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എത്തി, പക്ഷേ ഇവിടുത്തെ AV നോഡിൻ്റെ കണ്ടക്ഷൻ്റെ സ്പീഡ് കുറഞ്ഞു, കാരണം അതിൻ്റെ ഡയമീറ്റർ കുറവാണ്. ദിസ് ഈസ് ആൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫിനോമിനൻ ബിക്കോസ് ദ ഡിലേ ഇൻ ദ ട്രാൻസ്മിഷൻ ഫ്രം ദ ഏട്രിയം ടു വെൻട്രിക്കിൾ അലൗസ് ടൈം ഫോർ ദ ഏട്രിയ ടു കംപ്ലീറ്റ് ഡീപോളറൈസ് ആൻഡ് കൺട്രാക്ട്, ദസ് എംപ്റ്റിയിങ് ദിസ് കണ്ടൻസ് ഇൻ ടു ദ സ്റ്റിൽ ഫുള്ളി റിലാക്സ്ഡ് വെൻട്രിക്കിൾസ്. ആക്ച്വലി അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ ഹാർട്ടിൽ ഏട്രിയത്തിൽ നിന്ന് ഏട്രിയം കൺട്രാക്ട് ചെയ്ത് അവിടെ നിന്ന് വെൻട്രിക്കിളിലോട്ട് പോകുന്ന ബ്ലഡ്, ആ ഫുൾ ബ്ലഡും വെൻട്രിക്കിളിലോട്ട് നിറയണമെങ്കിൽ, റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന വെൻട്രിക്കിൾ അത് നിറയണമെങ്കിൽ കുറച്ച് സമയം വേണം. ആ സമയം അത് എന്തുകൊണ്ട് നമുക്ക് അവിടെ കൃത്യമായിട്ട് സമയം കിട്ടുന്നു? കാരണം നമ്മുടെ SA നോഡിൽ നിന്ന് എത്തുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് AV നോഡിൽ അതേ സ്പീഡിൽ എത്തത്തില്ല. കാരണം ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എല്ലാം ഇവിടെ AV നോഡിൽ എത്തണമെങ്കിൽ കുറച്ച് സമയം വേണം. ആ ഗ്യാപ്പിനുള്ളിൽ വെച്ചിട്ടാണ് ഏട്രിയത്തിൽ നിന്നുള്ള എല്ലാ ബ്ലഡും എന്ത് ചെയ്യുന്നത്? വെൻട്രിക്കിളിലോട്ട് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ്, അവിടെ ഒരു ടൈമും അവിടെ കിട്ടും. അപ്പം ദൈവമായിട്ട് തന്നെയാണ് അവിടെ എന്ത് ചെയ്തത്? അവിടെ കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്തത്. SA നോഡിൽ വളരെ ഫാസ്റ്റായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യും, എന്നാൽ AV നോഡിൽ ഇത് എത്തിപ്പെടാൻ, ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കുറച്ച് സമയം അവിടെ വേണ്ടി വരും. ആ ഒരു ഗ്യാപ്പിനുള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏട്രിയത്തിൽ നിന്നുള്ള ബ്ലഡ് കറക്റ്റായിട്ട് വെൻട്രിക്കിൾ നിറയ്ക്കാൻ സാധിക്കും. അതങ്ങനെ കറക്റ്റായിട്ട് നിറഞ്ഞില്ല എങ്കിൽ അത് പല ഡിസീസസിലോട്ട് എത്തിക്കും. കാരണം നമ്മുടെ വെൻട്രിക്കിൾ നിറയെ ബ്ലഡ് ഇല്ല എങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ആവശ്യത്തിന് ബ്ലഡ് കിട്ടത്തില്ല. നോർമലി ഇതവിടെ ഒരു ചെറിയൊരു ടൈം പീരീഡ് കിട്ടുന്നത് കൊണ്ട് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് കറക്റ്റായിട്ട് വെൻട്രിക്കിൾ നിറഞ്ഞ് ആ കറക്റ്റ് ബ്ലഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹാർട്ടിൽ നിന്നും പുറത്തോട്ട് പമ്പ് ഔട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്ട്രക്ചർ മനസ്സിലായി, AV നോഡ്. അപ്പോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇപ്പോൾ AV നോഡിലോട്ട് എത്തി, പക്ഷെ കുറച്ച് സ്പീഡ് കുറഞ്ഞാണ് അവിടെ എത്തുന്നത്. നെക്സ്റ്റ്, ഫ്രം ദ AV നോഡ് ദ ഇമ്പൾസ് ട്രാവൽസ് ഡൗൺ ദ ഏട്രിയോവെൻട്രിക്കുലാർ ബണ്ടിൽ. AV നോഡിൽ നിന്നും ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നു? താഴോട്ടുള്ള ഏട്രിയോവെൻട്രിക്കുലാർ ബണ്ടിൽ അല്ലെങ്കിൽ ബണ്ടിൽ ഓഫ് ഹിസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നു. ദ AV ബണ്ടിൽ ഡിവൈഡ്സ് ഇൻ ടു 2 ലൈൻസ് ഓഫ് ട്രാൻസ്മിഷൻ ജസ്റ്റ് ബിലോ ദ AV നോഡ്. AV നോഡ് കഴിഞ്ഞ് കുറച്ച് താഴോട്ടാകുമ്പോൾ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്തൊക്കെയാണത്? റൈറ്റ് AV ബണ്ടിൽ എന്നും ലെഫ്റ്റ് AV ബണ്ടിൽ, അല്ലെങ്കിൽ റൈറ്റ് ബണ്ടിൽ ഓഫ് ഹിസ് എന്നും അല്ലെങ്കിൽ ലെഫ്റ്റ് ബണ്ടിൽ ഓഫ് ഹിസ് എന്നുള്ള രണ്ട് പാർട്ടായിട്ട് ഈ AV ബണ്ടിൽ
ഡിവൈഡ് ചെയ്യുന്നു. അത് രണ്ടിലൂടെയും എന്ത് ചെയ്യുന്നു, അത് രണ്ടും ഡിവൈഡ് ചെയ്ത് എവിടെ തന്നെയാണ് കാണപ്പെടുന്നത്? ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ, നമ്മുടെ ഹാർട്ടിൻ്റെ നടുക്കിലുള്ള രണ്ട് വെൻട്രിക്കിളിന് ഇടയിലുള്ള ഈ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റത്തിൽ തന്നെ രണ്ട് ബ്രാഞ്ചായിട്ട് മാറുന്നു. അതിലൂടെ ഇത് താഴോട്ട് ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ പക്ഷെ അത് അവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമെങ്കിലും അവിടെ എന്താണ്, ഈ ബണ്ടിൽസിന് ഡയമീറ്റർ അവിടെ കൂടും. അതായത് നമ്മുടെ AV നോഡിൽ ഡയമീറ്റർ കുറവായിരുന്നു. നെക്സ്റ്റ് എന്നാൽ ബണ്ടിൽ ഓഫ് ഹീസിലിൻ്റെ ഡയമീറ്റർ കൂടുകയും അവിടെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ അവിടെ നടക്കുകയും ചെയ്യും. ഇതിൻ്റെ സ്പീഡ് വീണ്ടും അവിടെ കൂടും. അത് പെട്ടെന്ന് തന്നെ ഡൗണിൽ, അതായത് ഹാർട്ടിൻ്റെ താഴ്ഭാഗത്തോട്ട് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിവിടെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടി എന്ന് പറയുന്നു. SA നോഡിൽ കണ്ടക്ഷൻ വന്നു, ഇമ്പൾസ് വന്നു, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നമ്മുടെ റൈറ്റും ലെഫ്റ്റും ഏട്രിയത്തിൽ പോയി. ഈ റൈറ്റും ഏട്രിയം ലെഫ്റ്റും ഏട്രിയം കൺട്രാക്ട് ചെയ്തു. ഈ സമയം കൊണ്ട് ഇമ്പൾസസ് ഇവിടെ അടുത്ത് AV നോഡിലെത്തി. ഈ AV നോഡിൽ ഡയമീറ്റർ കുറവായതുകൊണ്ട് ഇമ്പൾസ് ട്രാൻസ്മിഷൻ സ്ലോലിയാണ് നടക്കുന്നത്. ആ ഒരു ഗ്യാപ്പ് സമയത്ത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഏട്രിയത്തിലുള്ള ബ്ലഡുകൾ വെൻട്രിക്കിളിൽ എത്തിച്ചേരുന്നു. AV നോഡിൽ നിന്നും ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസസ് അടുത്ത് ബണ്ടിൽ ഓഫ് ഹീസ് വഴി താഴോട്ട് ട്രാവൽ ചെയ്യുന്നു. കുറച്ച് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ബണ്ടിൽ ഓഫ് ഹീസ് അവിടെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഇതിൻ്റെ ഡയമീറ്റർ കൂട്ടുന്നത് വഴി ഇതിലൂടെയുള്ള ട്രാൻസ്മിഷൻ്റെ സ്പീഡ് വളരെ പെട്ടെന്നാവുകയും ഈ ഒരു വെൻട്രിക്കിളിൽ അത് പെട്ടെന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്ത് നമ്മൾ പറയേണ്ടത്, ഈ ഒരു കുറച്ച് ദൂരം കഴിയുമ്പോൾ ബണ്ടിൽ ബ്രാഞ്ചസ് വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് എൻലാർജ്ഡ് കണ്ടക്ടൻറ്റ് ഫൈബേഴ്സ്, അതായത് കുറച്ചുകൂടി വലിയ വലിയ ബണ്ടിലായിട്ട് മാറാൻ വേണ്ടി വീണ്ടും ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നു. ആ ബ്രാഞ്ചസിനെ എന്ത് പറയുന്നു? Purkinje fibers. These fibers extend out to all area of two ventricles. രണ്ട് വെൻട്രിക്കിൾസിൻ്റെയും റൈറ്റും ലെഫ്റ്റും രണ്ട് വെൻട്രിക്കിൾസിൻ്റെയും എല്ലാ ഭാഗത്തിലോട്ടും ഈ Purkinje ഫൈബേഴ്സ് വീണ്ടും ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നു. അങ്ങനെ ഇത് ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഇമ്പൾസിൻ്റെ കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നു, അഡീഷണലി അതിൻ്റെ സ്പീഡ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. Okay, upon completion of impulse transmission through the Purkinje fibers, the ventricles will fully depolarize. അതായത് നമ്മുടെ Purkinje ഫൈബേഴ്സിലൂടെ ഇമ്പൾസസ് നമ്മുടെ രണ്ട് വെൻട്രിക്കിൾസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുകയും ആ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നു, ഡീപോളറൈസ് ചെയ്യുന്നു. വെൻട്രിക്കിൾസ് ചുരുങ്ങി അത് രണ്ടും ഒരുമിച്ച്, റൈറ്റും ലെഫ്റ്റും വെൻട്രിക്കിൾസ് സൈമിൾട്ടേനിയസ്ലി ഒരുമിച്ച് ഇത് കൺട്രാക്ട് ചെയ്ത് ഇതിൽ നിന്നുള്ള ബ്ലഡ് എങ്ങോട്ട് പോകുന്നു, പുറത്തോട്ടെന്ന് പറഞ്ഞാൽ പൾമണറി ആർട്ടറിയിലോട്ടും നമ്മുടെ അയോട്ടയിലോട്ടും പുറത്തോട്ട് പോകുന്നു. അപ്പോൾ ഇതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മുടെ ബണ്ടിൽ ഓഫ് ഹീസ് അവിടെ നിന്ന് ഡിവൈഡ് ചെയ്തു, അത് പിന്നീട് വീണ്ടും രണ്ട് സൈഡിലോട്ട് പോകുന്നു. ഇതിൽ ചെറിയ ചെറിയ ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നു. അതിനെ Purkinje ഫൈബേഴ്സ് എന്ന് പറയുന്നു. Purkinje ഫൈബേഴ്സിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വെൻട്രിക്കിൾസിന് അവിടെ എന്ത് ചെയ്യാം, കൺട്രാക്ട് ചെയ്യാം. അതായത് ഹാർട്ടിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ വെൻട്രിക്കിൾസിൽ ബ്ലഡ് നിറഞ്ഞിട്ടുണ്ടാകും. ആ ബ്ലഡിന് എന്ത് ചെയ്യണം, പുറത്തോട്ട് പോകണം, എന്നാലേ അടുത്തിന് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അത് കൺട്രാക്ട് ചെയ്യണം. അവിടെ കൺട്രാക്ട് ചെയ്യുന്നു, ബ്ലഡ് പുറത്തോട്ട് പൾമണറി ആർട്ടറി വഴിയും അയോട്ട വഴിയും ലങ്സിലോട്ടും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ടും പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി നമ്മുടെ ഹാർട്ടിൽ ഈ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ് അല്ലെങ്കിൽ ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ECG അല്ലെങ്കിൽ EKG എന്നാണ് ഇതിനെ പറയുന്നത്. നിങ്ങൾ ECG എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവും. അതിന് മറ്റൊരു പേര് എന്താണ്, EKG എന്നും പറയാറുണ്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ആ ഡിവൈസിനെ ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നും അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന റീഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു പേപ്പർ അതിനെ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നുമാണ് പറയുന്നത്. ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എത്രയാണ്, അത് കറക്റ്റായിട്ട് ഡീപോളറൈസ് ചെയ്യുന്നുണ്ടോ, അത് തിരിച്ച് കറക്റ്റായിട്ട് റീപോളറൈസ് ചെയ്യുന്നുണ്ട്. എന്താണ് റീപോളറൈസേഷൻ? ദാറ്റ് ഈസ് റിലാക്സേഷൻ. എന്താണ് ഡീപോളറൈസേഷൻ? ദാറ്റ് ഈസ് കൺട്രാക്ഷൻ. കറക്റ്റായിട്ട് കൺട്രാക്ട് ചെയ്ത് കറക്റ്റായിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ, അതിനാണ് ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ECG നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ചുരുക്കി ഞാനിവിടെ പറയാം. ഇതാണ് നോർമലി നമുക്ക് വരുന്ന ഒരു ടിപ്പിക്കൽ ECG എന്ന് പറയുന്നത്. ഇത് നോക്കിയാണ് നമുക്ക് ഹാർട്ട് കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ECG, സപ്പോസ് ECG എന്തെങ്കിലും 2 മാർക്കിന് എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പിക്ചർ വരയ്ക്കാം. ഇങ്ങനെ നിങ്ങൾ പിക്ചർ വരയ്ക്കണം. എന്നിട്ട് ഈ പാർട്സുകളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തണം. ദിസ് ഈസ് P വേവ്, ദിസ് ഈസ് QRS കോംപ്ലക്സ്, QRS കോംപ്ലക്സ്. നെക്സ്റ്റ് കുറച്ചൊരു ഗ്യാപ്പ് കഴിഞ്ഞ് T വേവ്. ഓക്കെ, P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. P വേവ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ
കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഏട്രിയൽ കൺട്രാക്ഷൻ നടക്കുന്നതാണ് ഈ ഒരു പി വേവ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അത് വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞല്ലേ. അതാണ് ഇവിടെ ഈ ഒരു പി ആർ ഇൻ്റർവെൽ, പി ആർ അല്ലെങ്കിൽ പി ആർ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു കറക്റ്റ് ഏട്രിയ കൺട്രാക്ട് ചെയ്ത് തിരിച്ച് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന വരെയുള്ള ഗ്യാപ്പിനെയാണ് പി ആർ ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ക്യു ആർ എസ് കോംപ്ലക്സ് മീൻസ് ഫാസ്റ്റ് വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. വെൻട്രിക്കിൾസ് കൺട്രാക്ട് ചെയ്യുന്നതാണ് ക്യു ആർ എസ് കോംപ്ലക്സ് ഡിനോട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യുന്നതിനുള്ള സ്പേസിനെയാണ് ടി വേവ് എന്ന് പറയുന്നത്. വെൻട്രിക്കുലാർ റിലാക്സേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 3 വേവ് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. പി വേവ്, ക്യു ആർ എസ് കോംപ്ലക്സ്, ടി വേവ്. പി വേവ് എന്ത് ഡിനോട്ട് ചെയ്യുന്നു? ഏട്രിയൽ ഡീപോളറൈസേഷൻ. ക്യു ആർ എസ് കോംപ്ലക്സ് വെൻട്രിക്കുലാർ ഡീപോളറൈസേഷൻ. ടി വേവ് വെൻട്രിക്കുലാർ റീപോളറൈസേഷൻ. അപ്പോൾ ഇത് 3 മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 5 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ദ ഹാർട്ട് എന്ന് മാത്രം പറഞ്ഞ് 5 മാർക്കിൽ ചോദിക്കാം. ഇതിൽ നിന്ന് വേണമെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതല്ല എങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഫിസിയോളജിയിൽ 10 മാർക്കിൻ്റെ ഒരു പാർട്ടായിട്ട്, 10 മാർക്കിന് ടോട്ടലി ഇത് മാത്രമായിരിക്കത്തില്ല, വേറെ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ടാകും. അതിലൊരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എല്ലാം നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട് ട്യൂഷൻ സ്റ്റുഡൻസിന്. അപ്പോൾ ആർക്കെങ്കിലും ട്യൂഷന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്മുടെ ഓഫീസ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8891272927. അതായത് ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ട്യൂഷന് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യമേ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പോലെ സമയം കിട്ടും. നമ്മുടെ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ വളരെ സ്ലോലിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. സോ യു നീഡ് ടൈം ടു സ്റ്റഡി. അവസാനം എക്സാമിനുള്ള ഒരു 10 ദിവസം മുന്നേ ഒക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് സെം എക്സാം കഴിയുമ്പോൾ തന്നെ സെക്കൻഡ് സെമ്മിന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾ ഫസ്റ്റ് സെം ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ട്യൂഷന് ജോയിൻ ചെയ്യുക. വളരെ ചെറിയ ഫീസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സും നോട്ട്സും ഓരോ ചാപ്റ്ററിലും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും MCQസും ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.